Hello viewers, Namaste. Welcome back to WinTrader. ഇന്നത്തെ WinTrader വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സോഫ്റ്റ് WinTrader എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയത്തില്ല WinTrader ആക്ച്വലി എന്താണെന്നുള്ളത്. നമ്മുടെ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട്. ആക്ച്വലി WinTrader നമ്മളിത് ചെയ്യാൻ തുടങ്ങിയിട്ട് 2009 സ്റ്റാർട്ട് ചെയ്തതാണ്. 2009 നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ നമ്മുടെ കമ്പനി ഓഫീസിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം നമ്മുടെ സോഫ്റ്റ്വെയർ ഓഫീസ് ബേസ് ചെയ്തിരിക്കുന്നത് ചേർത്തല ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ അതായത് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിൽ ഡയറക്റ്റ് എത്താം. അതാണ് നമ്മൾ ഈ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് വരാൻ പറയുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ, അതായത് നിങ്ങളെ ട്രേഡിങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ്. ഇതിപ്പോൾ നിങ്ങളൊരു കമോഡിറ്റി ട്രേഡർ ആകാം, NSEയുടെ സ്റ്റോക്ക് ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരാകാം, ഈ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്ന ഫോറക്സ് ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരാകാം. ഇതെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് നമ്മുടേത്. അതായത് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ട്രേഡിങ്ങിൽ ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ലോസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിനെ കാണിച്ചു തരും. അതായത് ഇപ്പം നമ്മൾ ഏതിപ്പം ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല ആ ഷെയറിൻ്റെ എങ്ങോട്ടാണ് മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് പോണത്. അപ്പോൾ അത് എത്ര രൂപയ്ക്ക് ബൈ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇൻട്രാഡേ ട്രേഡർ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യാൻ സമയമില്ലാത്തവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് ക്യാരി ഫോർവേഡ് ചെയ്ത് വെക്കത്തില്ല സ്വിംഗ് ട്രേഡിങ്, അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇപ്പോൾ ഒരു ഷെയർ വാങ്ങിച്ച് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കണം എന്ന് ഓർക്കുക. അപ്പോൾ ആ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണ്. ഇന്നിപ്പോൾ വാങ്ങിച്ച ശേഷം നമുക്കത് അറിയാൻ പറ്റത്തില്ല നാളെ ആ മൂവ്മെൻറ്റ് എങ്ങോട്ട് പോകുന്നു. അപ്പം അത്തരമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. ഇപ്പോൾ ഒരു SBI ഒരു ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നാളത്തെ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുണ്ട്, അതിൻ്റെ ട്രെൻഡ്, അപ്പോൾ അതിന് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ലെവല്, അത് ഏത് ലെവലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഷെയർ താഴോട്ട് ഇറങ്ങിപ്പോവും, ഏത് ലെവലിൽ കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് കയറിപ്പോവും എന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ സോഫ്റ്റ്വെയറിൽ കാണിച്ചു തരും. ഇപ്പം നിങ്ങൾ ഇൻട്രാഡേ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ടൈം ഫ്രെയിം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇൻട്രാഡേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഇൻട്രാഡേയിൽ നമുക്കൊരു സ്റ്റോക്സ് ആണെങ്കിൽ സ്റ്റോക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ ആ സ്റ്റോക്കിനകത്ത് നമ്മൾ കുറച്ച് സ്റ്റോക്കിൻ്റെ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് കസ്റ്റമേഴ്സിന്. അതല്ലാതെ നിങ്ങൾക്ക് ഏതൊക്കെ ഷെയർസിൽ ട്രേഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്ന ആ ഷെയറെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്യാം. ഈ ആഡ് ചെയ്യുന്ന വിധമെല്ലാം നമ്മൾ ഫുൾ പറഞ്ഞു തരുവേ. നമ്മളിവിടെ വരുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും, നേരിട്ട് പറഞ്ഞു കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ തന്നെ ഇതെല്ലാം ഫുൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ചാർജ് വാങ്ങിക്കുന്ന 1 ടൈം പേയ്മെൻ്റ് ആണ്. അപ്ഡേഷൻ എല്ലാം ഫ്രീ ആണ്. ടെക്നിക്കൽ സപ്പോർട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് തരും. പിന്നെ മന്ത്ലി നമുക്കൊരു റിന്യൂവൽ ചാർജ് മാത്രമേ വരൂ. ലൈവ് ഡാറ്റ ചാർജിന് മാത്രമേ റിന്യൂവൽ ചാർജ് മാത്രമേ വരൂ. ലൈഫ് ടൈം സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും അത് എവിടെ ബൈ ചെയ്യണം, അത് എത്ര രൂപയ്ക്ക് ബൈ ചെയ്യണം, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്, അതിൻ്റെ ടാർഗറ്റ് എത്ര വെക്കണം, ഇതെല്ലാ കാര്യങ്ങളും സോഫ്റ്റ്വെയറിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കാണിച്ചു തരും. അതും ലൈവാണ്, ഇതിനകത്ത് ഒരു ഡിലേ ഇല്ല. റിയൽ ടൈമിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തേക്കുമ്പോൾ ഏത് ഷെയർ ആണെങ്കിലും കമ്മോഡിറ്റീസ് ആണെങ്കിലും ഇപ്പം ഡയറക്റ്റ് മാർക്കറ്റിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ സോഫ്റ്റ്വെയർ നമുക്ക് ടെക്നിക്കൽ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ലൈവ് ഡാറ്റയിൽ വർക്ക് ചെയ്ത ശേഷം നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരും. അപ്പോൾ ഇതെല്ലാ സിഗ്നൽ നമ്മൾ ട്രേഡ് എടുക്കല്ലേ. നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് കൺഫർമേഷൻ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഫുൾ ഓട്ടോമാറ്റിക് ആണ്. മാനുവലി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പം നമ്മുടെ ഈ വേർഷൻ, അതായത് വേർഷൻ ഇപ്പം ഞാൻ പറഞ്ഞ 2009 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. വേർഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. MPയുടെ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് സ്ക്രീൻ നിങ്ങൾക്ക് കാണാമല്ലോ, നമ്മുടെ സ്കാനറാണ് ഇത്. കണ്ട് ഇതിനകത്ത് നമുക്ക് 1, 2, 3, 4, 5, 6 ഇങ്ങനെ കുറേ ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2009 നമ്മുടെ ഫസ്റ്റ് വേർഷൻ, സെക്കൻഡ് വേർഷൻ, അങ്ങനെ ഓരോ വേർഷൻ ലൈക്ക് വിൻഡോസിൻ്റെ അപ്ഡേഷൻ വരത്തില്ലേ. ഇപ്പോൾ XP 7, 8, 10, 11 ഇതുപോലൊരു അപ്ഡേഷൻ നമ്മൾ അപ്ഡേഷൻ നടത്തുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് കണ്ടീഷൻ ഒരേപോലെ അല്ല. മാർക്കറ്റിൽ കണ്ടീഷൻ ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ ഒരേ ഇൻഡിക്കേറ്റർ കൊണ്ട് ലോങ് ടൈമിൽ നമ്മൾ മാർക്കറ്റിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മുടെ സ്ട്രാറ്റജീസ് മാറ്റണം. മാർക്കറ്റ് ചേഞ്ച് അനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജീസ് മാറ്റണം. അതാണ് ഇപ്പോഴത്തെ വേർഷനാണ് 8.1. നിങ്ങൾ കുറേ വീഡിയോസ് നേരത്തെ കണ്ട ആൾക്കാർക്ക് ആ കണ്ട വീഡിയോസ് എല്ലാം നമ്മുടെ ലേറ്റസ്റ്റ് വേർഷനിലുള്ള 8.1. അതിനകത്ത് സ്കാനറുണ്ട്. നമുക്ക് 2 സ്കാനർ വരുന്നുണ്ട്. ഒന്ന് ട്രെൻഡിനെ കാണിക്കുന്ന സ്കാനറും ഒന്ന് സിഗ്നൽസ് കാണിച്ചു തരുന്ന സ്കാനറും ഉണ്ട്. ഇത് എങ്ങനെയാണെന്നുള്ള ഫുൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പറഞ്ഞുതരും. ഇനി ഇപ്പം ഞാൻ പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരും. ഇതിനകത്ത് കസ്റ്റം ഇൻഡിക്കേറ്റേഴ്സ് ആണ്. 55 കസ്റ്റം പ്രോഗ്രാം ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈസ് വർക്കിംഗ് വിത്ത് ഇത് ലൈവ് ഡാറ്റയിൽ വർക്ക് ശേഷമാണ് നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ ഈ സിഗ്നൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്ത ശേഷം ഔട്ട്പുട്ടായിട്ട് വരുന്ന സംഭവം നമ്മൾ സ്ക്രീനിൽ കാണും. ഇപ്പം ഞാനിതിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ നമ്മൾ ഇതുപോലെയാണ്. ഇപ്പോൾ ഇതിനകത്ത് സോഫ്റ്റ്വെയർ നമുക്ക് മാർക്കറ്റിന്റെ വാല്യൂ കാണിച്ചു തരും, അതിന്റെ സിഗ്നൽസ് കാണിച്ചു തരും. അപ്പോൾ മാനുവലി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്
ഇങ്ങനത്തെ ഔട്ട്പുട്ട് വരുമല്ലോ, സിഗ്നൽസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും അത് കൺഫേം ആണോ എന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇന്ന് ടെക് മഹീന്ദ്രയാണ്. ടെക് മഹീന്ദ്ര ഒരു സ്റ്റോക്കാണ്. ഈ ഞാൻ പറയുന്ന സെയിം സ്ട്രാറ്റജി നിങ്ങൾക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യും. നിങ്ങളൊരു കമ്മോഡിറ്റി ട്രേഡ് ആണെങ്കിലും ഫോറക്സ് ആണെങ്കിലും ഇപ്പോൾ ഓപ്ഷൻസിലാണെങ്കിലും നമ്മളെല്ലാം ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി, അത് സിഗ്നൽ വന്ന് കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്ന മെത്തേഡ് സെയിം ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ടെക് മഹീന്ദ്രയിൽ കാണിച്ചു തരാം. ഈ മേഖല വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. ഇപ്പോൾ ടെക് മഹീന്ദ്രയുടെ മാർക്കറ്റ് റേറ്റ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ 1037.80 ഈ റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഈ ഗ്രീൻ കളറിൽ അപ്പ് ആരോ ബൈ സിഗ്നൽ, റെഡ് ഡൗൺ ആരോ സെൽ സിഗ്നൽ. സിഗ്നൽ രണ്ടും ഓട്ടോമാറ്റിക് ആണ്. ഈ സിഗ്നൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ തരുന്നത്, സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും. സിഗ്നൽ വന്നത് നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ തരുന്നത് എങ്ങനെ, അലേർട്ട് വരും. ഈ അലേർട്ട് നിങ്ങൾക്ക് നമുക്ക് സിസ്റ്റം ഉണ്ട്, സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ ഓൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെൽ സൗണ്ട് കേൾക്കാൻ പറ്റും. ആ സെയിം ഡീറ്റെയിൽസ് മേഖലയിൽ എഴുതി കാണിക്കും. ഏത് റേറ്റിൽ ആ ഷെയറിനെ ബൈ ചെയ്യണമെന്ന് എഴുതി കാണിക്കും. വന്ന ടൈം കാണിച്ചു തരും, ഏത് ഡേറ്റ എന്ന് കാണിച്ചു തരും. സ്റ്റാറ്റസ് നോക്കിയാൽ നമുക്ക് സോഫ്റ്റ്വെയർ തന്ന ടാർഗറ്റ്, അത് എത്ര രൂപയ്ക്ക് നമ്മൾ ബൈ ചെയ്ത സാധനം എത്ര രൂപയ്ക്ക് നമ്മൾ എക്സിറ്റ് ചെയ്യണമെന്നും അതെല്ലാം ടാർഗറ്റ് ഉൾപ്പെടെ ഇവിടെ കാണിച്ചു തരും. സ്റ്റോപ്പ് ലോസും എല്ലാം കാണിച്ചു തരും. അപ്പോൾ ഇതിന് നമ്മൾ സിഗ്നൽ വന്ന് നമ്മൾ കയറി ഡയറക്റ്റ് ട്രേഡ് എടുക്കില്ലേ, നമ്മൾ ഈ വന്ന ഇപ്പോൾ ടെക് മഹീന്ദ്രയിൽ നമ്മൾ ബൈ കാണിച്ചു തന്ന് അത് ബൈ ചെയ്യണമെന്ന് നമ്മൾ നോക്കണം. ബൈ അത് കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ 80 to 90% ആക്യുറസി അവിടെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ബ്ലൈൻഡ് ട്രേഡിങ്. നമ്മൾ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മുടെ ആ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ ഉണ്ടെങ്കിൽ അവിടെ 90% ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കും. ഇപ്പോൾ നമുക്ക് ബൈ വന്ന് ആരോ വന്ന ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് കൺഫേം ആണെന്ന് നോക്കണം. കൺഫർമേഷൻ എന്ന് വെച്ചാൽ താഴത്ത് പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് കാണിക്കണം. എന്താണ്, ആരോ വരണം, അതിനുശേഷം പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് കാണിക്കണം. പിന്നെ ആരോടെ താഴത്തൊരു ബാർ, നിങ്ങൾക്ക് എൻ്റെ കർസർ നോക്കിയാൽ മതി, ബാർ കാണാൻ പറ്റുന്നില്ല. ആ ബാർ ഗ്രീൻ ആയിരിക്കണം. ബൈസൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് അവിടെ ചില റെയർ കേസിൽ അവിടെ ഗ്രീൻ ആകത്തില്ല. അപ്പോൾ നോക്കിയാൽ നമുക്കിവിടെ ബൈ വന്ന് അത് ഗ്രീൻ അല്ലായിരുന്നു. നമുക്ക് കൺഫർമേഷൻ കിട്ടിയ ലെവൽ ഏതാണ്, ഇവിടെയാണ് കൺഫർമേഷൻ കിട്ടിയ. അപ്പോൾ അവിടെ എൻട്രി ചെയ്യായിരുന്നു. അവിടെ എൻട്രി ഇത് കേട്ടോ, ഇവിടെ ഈ ഒരു റെഡ് സ്റ്റാർസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. ആ റെസിസ്റ്റൻ്റ് അവിടെ ബ്രേക്ക് ചെയ്ത ശേഷമാണ് മാർക്കറ്റ് കയറി പോയത്. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്ന ലെവലിലാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു സപ്പോർട്ടിങ് സോഫ്റ്റ്, ഞാൻ പറഞ്ഞാൽ ഇതൊരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ട്രേഡ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ആ ബ്രോക്കർ പ്ലാറ്റ്ഫോമിലാണ് ട്രേഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സിസ്റ്റത്താണ് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. നമ്മുടെ സോഫ്റ്റ്വെയർ ലൈവിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നിങ്ങളുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുക. അപ്പം നമ്മുടെ ഇതിനകത്ത് സിഗ്നൽ കൺഫേം വരുമ്പോൾ നേരെ ബ്രോക്കർ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് അതിനകത്ത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്ക് ഫോണിൽ യൂസ് ചെയ്യണമെങ്കിൽ ഫോണിൽ യൂസ് ചെയ്യാം. ഫോണിലാണെന്നുണ്ടെങ്കിൽ വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല. ഓൺലി ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്ക് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ അതിൻ്റെ ബിഗ് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. മൊബൈലാണെങ്കിൽ മൊബൈലിൻ്റെ ആ ഒരു സ്ക്രീനിലേ കാണാൻ പറ്റത്തുള്ളൂ. വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല. എല്ലാം ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ നമ്മൾ ചെയ്യുന്ന രീതി പല വീഡിയോസിൽ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഓപ്ഷൻ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ചെയ്യുന്ന രീതി നമ്മൾ എക്സ്ട്രാ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റും, സ്റ്റോക്സ് ചെയ്യാൻ പറ്റും, കമ്മോഡിറ്റീസ് ചെയ്യാൻ പറ്റും, ഫോറക്സ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു ഉള്ളി ഇത് കാണുന്ന ആൾക്കാർ നിങ്ങൾ ഒള്ളി ഫോറക്സിൽ മാത്രമാണ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫോറക്സിൽ നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ട് ഉണ്ടാവും, MD4 ലൈവ് അക്കൗണ്ട് ഉണ്ടാവും. എന്നെങ്കിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡയറക്റ്റ് നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത് തരാം. ഓൺലി ഫോർ ഫോറക്സിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് MD4 ലൈവ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അതിനകത്ത് ട്രേഡ് കൊടുക്കാം. പക്ഷേ ഇന്ത്യൻ ട്രേഡിങ്ങിൽ നമ്മൾ ലിങ്ക് ചെയ്യാൻ പറ്റാത്ത കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്ലാറ്റ്ഫോം WinTrader ആണ്. അപ്പോൾ ഇന്ത്യൻ ട്രേഡിങ്ങിൽ ആരും ഒരു ബ്രോക്കർ MD4 ആസ് എ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തരാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ നമുക്ക് അതിനകത്ത് ട്രേഡിങ് ചെയ്യാം. ഇപ്പോൾ ഫിലഹാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രണ്ടും ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോം നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. സിഗ്നൽ വരുമ്പോൾ അത് കൺഫർമേഷൻ ചെക്ക് ചെയ്യുക, നേരെ നമ്മുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ ഇത് ട്രേഡ് ചെയ്യുക. ഇത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ പ്രഡിക്ഷനല്ല വർക്ക് ചെയ്യുന്ന, ലൈവാണ്. ലൈവിൽ മാർക്കറ്റ് ലൈവ് ഡാറ്റയാണ് ഇത് വർക്ക് ചെയ്യുന്ന. ഇതിനകത്ത് സിഗ്നൽസ് വരുമ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ ഒരു 80 to 90% ആക്യുറസി എന്തായാലും നിങ്ങൾക്കത് കിട്ടിയിരിക്കും. കാരണം നമ്മളിത് 14 ഇപ്പം ഞാൻ പറഞ്ഞ 2009 നമ്മൾ തുടങ്ങിയത്. അപ്ഡേഷൻ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേർഷനില്ല, അത് 8.1 ആണ്. നെക്സ്റ്റ് ഇയർ നമ്മളിത് അപ്ഡേറ്റ് ചെയ്യുവാണ്. ഈ വേർഷൻ നേരെ പുതിയ വേർഷനിലോട്ട് മാറ്റുവാണ്. അപ്പോൾ ഈ വാങ്ങുന്ന ആൾക്കാർക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് അപ്ഡേഷന് ഒരു ചാർജ് ഈടാക്കുന്നില്ല. നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഇനിഷ്യൽ പേയ്മെൻറ്റിൽ അത് ലൈഫ് ടൈം ആണ്. അപ്ഡേഷൻ, ടെക്നിക്കൽ സപ്പോർട്ട്, ട്രെയിനിങ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് ഫുൾ ലൈവിലാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ലൈവായിട്ട് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. എൻ്റെ പേര് ഗംഗ എന്നാണ്. വിളിക്കേണ്ട നമ്പർ 9061973737. ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ട്. മെസ്സേജ് ഇടാം, കോൾ ചെയ്യാം. ഈവൻ സാറ്റർഡേ ആൻഡ് സൺഡേ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഡയറക്റ്റ് ലിങ്ക്, വാട്സപ്പിൻ്റെ ലിങ്ക് വരുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുക, ഡയറക്റ്റ് എൻ്റെ ചാറ്റിൽ വരാം. പിന്നെ
ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയില്ല, ഇതിപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ഇതിനകത്ത് 2 സ്കാനറും കൂടെ നമ്മൾ തരും. ഇത് നമ്മുടെ ഫസ്റ്റ് സ്കാനറാണ്. ഇതിനകത്ത് മാക്സിമം ഇതിൻ്റെ കപ്പാസിറ്റി 100 ആണ്. ഇപ്പോൾ 100 ചാർട്ട് നമ്മൾ ഓപ്പൺ ചെയ്താൽ അതിനകത്ത് ആ ടൈം ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ഇൻട്രാഡേയിലാണ്. ഇൻട്രാഡേയിൽ ആ ഓരോ ഷെയർസും കമ്മോഡിറ്റീസും ഫോറക്സിൽ ഏത് പേഴ്സാണ് അതൊക്കെ ഏത് ട്രെൻഡിലാണെന്നുള്ള ഒറ്റ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ട് ട്രേഡ് സെല്ലിൽ പോവാണ്, സിൽവർ സെല്ലിൽ പോവാണ്, ക്രൂഡ് ഓയിൽ സെല്ലിൽ പോവാണ്, ബാങ്ക് നിഫ്റ്റി സൈഡ് വേ ആണ്, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഇന്ന് ഫുൾ സൈഡ് വേ ആണ്. അപ്പോൾ നമുക്ക് ഒറ്റ ചാർട്ടിൽ ഇത് ഫുൾ കാണാൻ പറ്റും. പിന്നെ ഇത് ഞാൻ കാണിക്കുന്ന സെക്കൻഡ് സ്കാനർ നമുക്ക് ഡയറക്റ്റ് സിഗ്നലിൻ്റെ ഇൻഡിക്കേഷൻ തരും. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പറഞ്ഞു തരും. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വിൻട്രേഡർ എന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ, നിങ്ങളുടെ ട്രേഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിനകത്ത് സോഫ്റ്റ്വെയർ നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരും. എന്തൊക്കെ ഫെസിലിറ്റീസിനകത്തുണ്ടെന്ന് വെച്ചാൽ സിഗ്നൽസ് കാണിച്ചു തരും, ബൈസൽ സിഗ്നൽസ്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് കാണിച്ചു തരും. റീ എൻട്രി എന്ന് വെച്ചാൽ ഒരു സിഗ്നൽ കണ്ടിന്യൂ ചെയ്ത് പോണ മാർക്കറ്റിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ശേഷം സിഗ്നൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ സോഫ്റ്റ് നമുക്ക് റീ എൻട്രി ഓപ്ഷൻ കാണിച്ചു തരും. ഒരു സിഗ്നൽ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സോഫ്റ്റ് റീ എൻട്രി കാണിച്ചു തരും. പിന്നെ എന്ന് വെച്ചാൽ ട്രെൻഡ് റിവേഴ്സൽ ടൈമിൽ നമുക്ക് അതിന് ഇൻഡിക്കേഷൻ കിട്ടും. സോഫ്റ്റ് ക്രോസ് അപ്പ് ആൻഡ് ക്രോസ് ഡൗൺ എന്നൊരു ഇൻഡിക്കേഷൻ തരും. അതല്ലാതെ ഇതിനകത്ത് സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരും. സൈഡ് മാർക്കറ്റ് കൂടി ഇതിനകത്ത് കാണിച്ചു തരും. റെസിസ്റ്റ് ചെയ്യുന്ന ലെവലും സപ്പോർട്ട് ചെയ്യുന്ന ലെവലും എല്ലാം ഇതിനകത്ത് കാണിച്ചു തരും. ഇത് ഫുൾ ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്തതാണ്. ആൻഡ് ഇതിനകത്ത് പ്രിഡിക്ഷൻ ഇല്ല. ഇറ്റ്സ് വർക്കിംഗ് വിത്ത് റിയൽ ടൈം, ലൈവായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റും നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ജെന്യൂനായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രേഡിങ്ങിൽ നമുക്ക് ഒരു ലോസ് ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ നമുക്കറിയാം. പക്ഷെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇത് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു മെത്തേഡ് ഫോളോ ചെയ്യണം. കറക്റ്റായിട്ടൊരു പോർട്ട്ഫോളിയോ ഉണ്ടാകണം, മണി മാനേജ്മെൻറ്റ് ഉണ്ടാകണം. നമുക്ക് ആ ഒരു ഇൻഡിവിജ്വൽ നമുക്ക് എത്ര സ്റ്റോക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റും അത്രയുള്ള ഇത് മാത്രം സെറ്റ് ചെയ്യുക. നമ്മൾ ഒരു കറക്റ്റായിട്ടുള്ള മാർക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഓപ്ഷനിലാണെന്നുണ്ടെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം റിട്ടേൺ ആണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെയാണ്. പക്ഷെ അതുപോലെ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് നല്ല റിട്ടേൺ കിട്ടാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.